തൃശൂർ പുതുക്കാട് സിഗ്നൽ തിരിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ സെലീനയെ ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് ഇടയാക്കിയ ബൈക്ക് നിർത്താതെ പോവുകയും ചെയ്തു. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, എപ്പോഴായിരുന്നു ഈ അപകടം? ഇവിടെ വെച്ചായിരുന്നു? പരിക്കേറ്റ വയോധികയുടെ ആരോഗ്യാവസ്ഥ മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ നമ്മളെ അമ്പരപ്പിക്കുന്നത് ഇടിച്ചിട്ട ശേഷം ഒരു കൂസലുമില്ലാതെ ആ ബൈക്ക് യാത്രികൻ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് പ്രജിഷ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലെ പുതുക്കാട് സിഗ്നലിൽ വെച്ചാണ് സംഭവം. എറണാകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സിഗ്നലിൻ്റെ സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബസ് ഇറങ്ങിയ ശേഷം മകളുടെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ദേശീയപാത ക്രോസ് ചെയ്യുകയായിരുന്നു ഈ സെലീന എന്ന് പറയുന്ന 69 വയസ്സുകാരി. ഈ ഒരു സമയത്ത് റെഡ് സിഗ്നൽ ആയതിനാൽ തന്നെ ആ ഭാഗത്ത് നിന്നും തന്നെ വാഹനങ്ങൾ വരുമെന്ന കാര്യം അവർക്ക് അറിയുന്നുമുണ്ടായിരുന്നില്ല. കാരണം ഈ സിഗ്നൽ തെറ്റിച്ച് ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ ഒരു വാഹനം വന്നിടിക്കുമെന്ന് ആർക്കും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ വാഹനം നേരെ ഇട്ട് ശേഷം ആ ബൈക്ക് നിർത്താതെ പോവുകയായിരുന്നു. യാതൊരു വിധത്തിലും ഒരു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെയാണ് അയാൾ ആ ബൈക്ക് എടുത്ത് പോയത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഉടനടി തന്നെ സെലീനയെ തൊട്ടടുത്തുള്ള പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ തലയ്ക്ക് പരിക്കേറ്റതിനാൽ തന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നെ അവരെ മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും അവർ ചാലക്കുടിയിൽ ചികിത്സയിലാണ്. ഈ ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ ഇതുവരേക്കും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. MS ലിഷോയാണ് അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഒരു കൂസലുമില്ലാതെ ഒരു വയോധികയെ ഇടിച്ചിട്ട ശേഷം പോകുന്ന ആ ബൈക്ക് യാത്രികാരനെ ആ ബൈക്ക് CCTV ദൃശ്യങ്ങളിലൂടെ ഫോക്കസ് ചെയ്ത് നമ്പർ പ്ലേറ്റ് ചെക്ക് ചെയ്ത ശേഷം ഉടനടി കണ്ടുപിടിക്കണം പോലീസ്.